ബഹുമാന്യ പ്രേക്ഷകരെ, ഇന്ന് ചിന്തിക്കുന്ന ഒരു വിഷയം പ്രേമവിവാഹം ദൈവികമാണോ എന്നുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചാണ്. നമ്മുടെ സഭയിൽ ധാരാളം പ്രേമവിവാഹങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ വിഷയം ചിന്തിക്കുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് നമുക്ക് പിന്നാലെ പറയാം. ഈ വീഡിയോ തികച്ചും മലങ്കര ക്രിസ്ത്യൻ ചർച്ചിലെ വിശ്വാസികൾക്കും അതിൻ്റെ നേതാക്കന്മാർക്കും MCPF-ലെ നേതാക്കന്മാരോടും ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രേമവിവാഹം ദൈവികമോ? ഈ ഒരു വിഷയം ഇപ്പോൾ പറയാനുള്ള കാരണം, കുറേ നാളുകൾക്ക് മുൻപ് തൊടുപുഴ മേഖലയിലുള്ള ഒരു പാസ്റ്ററുടെ മകൾ പ്രേമവിവാഹത്തിൽ പെടുവാനിടയായി. അവരുടെ വിവാഹമെല്ലാം കഴിഞ്ഞു. ആ കുട്ടിയെ വിവാഹം കഴിച്ച ഭർത്താവിൻ്റെ സഭയിൽ അത്തരത്തിലുള്ള വിവാഹവും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഈ പ്രസ്തുത പാസ്റ്റർ, അദ്ദേഹം അന്ന് ഡയറക്ടറായിരുന്ന കുന്നുമേലച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ വിവരങ്ങൾ ധരിപ്പിച്ചു. അവിടുന്ന് കിട്ടിയ ബോധ്യങ്ങളനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ പാസ്റ്റർ നിരപരാധിയാണ്. കാരണം ഇവരറിഞ്ഞില്ല ഇങ്ങനൊരു പ്രേമ കാര്യങ്ങളൊന്നും. ഇവരറിയാതെ കുട്ടികൾ തന്നെ, അല്ലെങ്കിൽ ആ കുട്ടി തന്നെ തിരഞ്ഞെടുത്ത ഒരു മാർഗമായിരുന്നു അത്. അതുകൊണ്ട് ഇവർ വളരെ മാനസികമായി ഭാരപ്പെടുകയും ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വിഷയം ഡയറക്ടറുടെ അടുത്തെത്തി. അപ്പോൾ അന്ന് ഇദ്ദേഹത്തിന് പാസ്റ്റർ ആണെങ്കിലും പാസ്റ്റർ ശുശ്രൂഷയിലല്ല, പ്രയർ മിനിസ്ട്രിയുടെ പദവി വഹിക്കുന്നയാളാണ്. അപ്പോൾ ആ പദവി വഹിക്കുന്നതിൽ തെറ്റില്ല എന്ന നിർദ്ദേശമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. എന്നാൽ ആ കൗൺസിലിലുള്ള ചില അലവലാദികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിലർ ഈ വിഷയം കുത്തിപ്പൊക്കി ഇദ്ദേഹത്തെ ശിക്ഷിക്കണമെന്ന നിർബന്ധമുണ്ടായി. അങ്ങനെ ഏകദേശം ഒരു വർഷക്കാലത്തോളം അദ്ദേഹത്തെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സംഭവം, മൂവാറ്റുപുഴ മേഖലയിൽപ്പെട്ട ഒരു പാസ്റ്റർ, അദ്ദേഹം ഇതിൻ്റെ അപ്പോസ്തോല നിരയിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററുടെ അനിയനുമാണ്. താൻ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സഭയിലെ സുവിശേഷകൻ്റെ മകനുമായി ഇപ്രകാരമൊരു പ്രേമവിവാഹം നടന്നു. അതിനും ചുരുങ്ങിയ ചില പരാതികളൊക്കെ ഉണ്ടാവുകയും ഇദ്ദേഹത്തെയും ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു. ഇദ്ദേഹത്തെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തിയത് പുതിയൊരു അറിയിപ്പ് ഇനി ഉണ്ടാകുന്നവരെ എന്ന രീതിയിലായിരുന്നു എങ്കിലും ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ വീണ്ടും ശുശ്രൂഷയിലേക്ക് തിരിച്ചെടുത്തു. അതിന് സമാനമായ മറ്റൊരു വിവാഹം ഈ അടുത്തിടെ നടന്നു. അത് ഈ സഭയിലെ തന്നെ മറ്റൊരു അപ്പോസ്തലൻ്റെ അളിയൻ്റെ മകളുടേതാണ്. അതും ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പക്ഷെ അത് കുറേ കൂടെ ഗൗരവമുള്ളതായിരുന്നു. അതിൻ്റെ വിഷയങ്ങളും വിവരണങ്ങളും ഒന്നും ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നില്ല. അത് വളരെ വ്യക്തമായ പരാതികളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കേന്ദ്രത്തിൻ്റെ കൗൺസിലിൽ ചെന്നിട്ടുള്ളതും അവിടെ അത്
ചർച്ചാ വിഷയമാക്കിയിട്ടും ഒക്കെ ഉള്ളതാണ്. എൻ്റെ ചോദ്യം, ഇതിൽ ഈ കേന്ദ്രവുമായിട്ട് അടുത്ത് നിൽക്കുന്നവരുടെ അവർക്ക് മേൽ യാതൊരു ശിക്ഷകളുമില്ല, താഴേക്കിടയിലേക്ക് വരുംതോറും അവരെ അതികഠിനമായി ശിക്ഷിക്കുന്നു. എന്തേ ഈ രണ്ട് നീതി? എന്തുകൊണ്ട് മുഖപക്ഷം കാണിക്കുന്നു? മുഖപക്ഷമില്ലാത്തവനായ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുകയും മുഖപക്ഷം കാണിക്കുകയും ചെയ്യുന്ന ഈ അപ്പോസ്തലന്മാർ അവരുടെ നീതിബോധത്തെയും അവരുടെ സത്യസന്ധതയുമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അളിയനായാൽ എന്തുമാകാം, അനിയനായാൽ എന്തുമാകാം എന്നുള്ള ഒരു സന്ദേശമല്ലേ നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സത്യസന്ധമായ നീതിയുക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല? അല്ലെങ്കിൽ ഇതിന് പിൻപുള്ളവരെ ശിക്ഷിക്കരുതായിരുന്നു. ഇവരെയൊക്കെ ശിക്ഷിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അവരുടെ മക്കൾ പ്രേമിച്ച് വിവാഹം കഴിച്ചു. അതുകൊണ്ട് ആദ്യമായി തന്നെ ഇവർ, ഈ നേതാക്കന്മാർ, ഈ അപ്പോസ്തലന്മാർ എന്ന് വിളിക്കുന്ന ഈ കപടത അണിയുന്ന ഈ കുഞ്ഞാട്ടിൻ്റെ തോലിട്ടുകൊണ്ട് നടക്കുന്ന ചെന്നായ്ക്കളെ അവരങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം ഇവരുടെ മുഖം മൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവർ കേവലം മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന, മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന, ആത്മാവിൻ്റെതാണെന്ന ധാരണയിൽ നിങ്ങളെ വഞ്ചിക്കുന്ന കപട വേലക്കാരാണ്. അത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. ഒരു പന്തലിൽ 2 വിളമ്പുണ്ടോ? അപ്പോൾ നീതി കാണിക്കുന്നുവെങ്കിൽ സകലരോട് ഒരേ നീതി. ഒരു പാസ്റ്ററോട് മാത്രമായിട്ട് മറ്റൊരു തരത്തിലും, മറ്റൊരു പാസ്റ്റർ അളിയനാണെന്ന് ആയതുകൊണ്ട് അവനെ ശിക്ഷിക്കാതെയും വിടുക എന്ന് പറയുന്നത് ഏത് നീതിയിൽപ്പെടുന്നതാണ്? നിങ്ങൾ പറയണം, നിങ്ങൾ ഉത്തരം പറയണം. മാത്രമല്ല, ഈ 2 കല്യാണങ്ങളെക്കാൾ വളരെ അതീവ ഗൗരവമായൊരു വിഷയമായിരുന്നു ഇപ്പോൾ നടന്നിട്ടുള്ള 3ാമത്തെ കല്യാണം. ഇവർ സ്നേഹിച്ച് കെട്ടിയോ സ്നേഹിക്കാതെ കെട്ടിയോ അതൊന്നും അല്ല എൻ്റെ വിഷയം. നിങ്ങളെടുത്ത നടപടിയാണ് ഈ വിഷയത്തിൽ. നിങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഞാൻ നിങ്ങളെ തുറന്നു കാണിക്കുന്നത്. ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇരട്ടത്താപ്പ് നയം, അതാണ് ഇവിടെ ജനങ്ങൾക്ക് കാണേണ്ടത്. നിങ്ങളെന്നാ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണോ? അത് നിങ്ങൾക്ക് എന്തും ആകാമെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾ ഇതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ഈ പൊസിഷനിൽ ഇരിക്കുന്നത് തന്നെ നിങ്ങൾ നിയമവിധേയമായിട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ ആളുകളെ കൂട്ടി നിങ്ങളൊരു ബോർഡുണ്ടാക്കി, ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തെ ഭരിക്കുന്നത് പോലെ നിങ്ങൾ ഈ മലങ്കര സഭയെയും MCPF-നെയും ഭരിക്കുകയാണ്. ഇതൊന്നും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊന്നും നീതിയുക്തമായ കാര്യങ്ങളല്ല. എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഒരു മനുഷ്യൻ പോലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കാൻ, നിലകൊള്ളാൻ, ഇന്നതാണ് സത്യമെന്ന്, ഇന്നതാണ് അതിൻ്റെ നീതി എന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്ത, വെറും സാധാരണ മനുഷ്യരെക്കാൾ അധപ്പതിച്ച ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർക്കുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറ്റത്തില്ലെങ്കിൽ, നീതിയായിട്ട് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, അത് ആരായാലും ശരി, നിങ്ങൾ ആ പദവി ഉപേക്ഷിച്ച് പോകണം. നീതി നടത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒരുപോലെ നീതി നടത്തണം, എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കണം. അല്ലാതെ ഏതെങ്കിലും നിങ്ങളോട് പ്രതികരിക്കാൻ കെൽപ്പില്ലാത്ത, നിങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയില്ലാത്ത സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറുകയും നിങ്ങളെല്ലാം വലിയ ആസനത്തിൽ ഇരുന്നിട്ട് നിങ്ങളുടെ അടുപ്പക്കാർക്കും നിങ്ങളുടെ അളിയനും നിങ്ങളുടെ അനിയനും നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും എന്ത് നിയമവും എന്തുമാകാം, ഇവിടെ എന്തുമാകാം എന്നുള്ളൊരു സന്ദേശം നിങ്ങൾ ഈ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എത്രയോ തെറ്റായ കാര്യമാണ്.
അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഉത്തരം നൽകിയേ പറ്റൂ. ഒന്ന്, പ്രേമവിവാഹം ദൈവികമാണോ? നിയമവിരുദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ദൈവികമാണോ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? ആണെങ്കിൽ അത് ജനത്തെ അറിയിക്കണം, അല്ലെങ്കിലും അറിയിക്കണം. അതിനുള്ള തെളിവും തന്നെ. അതുപോലെ ഒരു പന്തിയിൽ 2 വിളവ് പാടില്ല. ശിക്ഷിച്ചാൽ എല്ലാവർക്കും ശിക്ഷ. അല്ലാതെ നിങ്ങൾക്ക് തോന്നിയവരെ നിങ്ങൾ കൂട്ടത്തിൽ നിർത്തുകയും നിങ്ങളെ ചോദ്യം ചെയ്യാൻ കൽപ്പില്ലാത്തവർക്ക് അന്യായ ശിക്ഷ നൽകുകയും ചെയ്യുന്ന നിങ്ങളുടെ ഈ ബുദ്ധിയും ഈ ന്യായവും ഈ നീതിയും ആരുടെ നീതിയാണ്? ഇത് ദൈവിക നീതിയാണോ? ഇത് യേശു ക്രിസ്തു വിഭാവനം ചെയ്ത നീതിയാണോ? നിങ്ങൾ മുഖപക്ഷമുള്ളവരാണ്, നിങ്ങൾ മുഖസ്തുതിക്കാരാണ്, നിങ്ങൾ സുവിശേഷ വേല ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നവരാണ്, നിങ്ങൾ സാധാരണ ജനങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് ജീവിക്കുന്ന അങ്ങേയറ്റത്തെ ദുഷ്ടത നിറഞ്ഞവരാണ്. നിങ്ങൾ സാധാരണക്കാരനെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ സാധാരണക്കാരനെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു. അത് ചൂഷണപ്പെട്ട് വിധേയപ്പെട്ട് കൊടുക്കാൻ കുറെ വിശ്വാസികളും. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് സത്യസന്ധത വേണം. നിങ്ങളുടെ ദ്രവ്യാഗ്രഹം അവസാനിപ്പിക്കണം. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത് തന്നെ ഏതാനും പേരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അധപ്പതിച്ചു പോയി ഈ സംഭവം. ആയതിനാൽ ഈ വിഷയത്തിൽ ഗൗരവകരമായ ഉത്തരം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്.